ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗയെ നമ്മുടെ അമലുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. ഗംഗയ്ക്ക് എന്തായാലും അമലുവിന്റെ സംരക്ഷണം ഇപ്പോൾ അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമലുവിന് തന്നോട് സ്നേഹമുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അവൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അവളോട് സംസാരിക്കുന്നതൊക്കെയും. അത് പക്ഷേ അവളെ മുറച്ചെറുക്കനൊന്നുമല്ലെങ്കിലും അവളുടെ അച്ഛൻ എടുത്ത് വളർത്തിയതാണ് വേലുവിനെ. വേലുവിനെ അന്നേ തുടങ്ങി ഇവൻ മുറച്ചെറുക്കനെ പോലെ ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ വേലു. അതുകൊണ്ട് തന്നെ വേലുവിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവർ പരസ്പരം കൂടുതൽ അടുക്കുന്നതും സംസാരിക്കുന്നതൊന്നും തന്നെ. അതേ സമയത്ത് കിരണും ബൈജുവും രതീഷും കൂടിയിട്ട് കാട്ടിലേക്ക് അവനെ വലിച്ചെറിഞ്ഞ സ്ഥലത്തേക്ക് അവർ വന്ന് നന്നായി പരതി നോക്കുന്നുണ്ട്. അവിടെ എങ്ങാനും അവൻ കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലായിടത്തും തിരഞ്ഞിട്ടും അവനെ കാണാനില്ല. അങ്ങനെ അവർ തിരികെ വീട്ടിലോട്ട് പോയിട്ട് പ്രകാശനോടും കല്യാണിയോടും പറയുന്നുണ്ട് അവിടെയൊന്നും അവനെ കാണാനില്ല, എന്തായാലും ഇനി അവനെ അന്വേഷിക്കേണ്ട, അവൻ എന്തായാലും മരിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞ ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ കാർത്തികയുടെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും സ്വർണ്ണമൊക്കെ അതിന് വേണ്ടിയിട്ട് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദീപയുടെ സ്വർണ്ണമൊക്കെ പഴയതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പുതിയത് നമ്മുടെ കാർത്തികയ്ക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നയനെ അടക്കം ചേർന്നിട്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സരയു ആണെങ്കിൽ സരയു ആ ഒരു വലിയ സന്തോഷത്തിൽ ശാരിയെ വഴിയരികിൽ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ ശാരിയോട് പറയാണ്, ഒരു കാര്യം പറഞ്ഞോ, ഒരു സന്തോഷ വർത്താനമാണ് പറയാനുള്ളത്. എൻ്റെ ആഗ്രഹം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് എനിക്ക് സാധിച്ചു തന്നു. അത് അവനുണ്ടല്ലോ ആ മനോഹർ, അവൻ അവിടെ പണിയെടുക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ കയ്യിലുണ്ടായിരുന്ന പണിയായുധം വെച്ചിട്ട് അവൻ്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തി, തലക്കടിച്ച് അവൻ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് എന്ന് പറയുകയാണ്. എന്തായാലും അതൊരു ഭാഗവും കാണിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ അവനെ തലക്കടിച്ചിട്ട് അവൻ ചോരയിൽ കുളിച്ച് അങ്ങനെ കിടക്കുകയാണ്, ബോധമറ്റ് അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ എല്ലാവരും പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മനോഹറിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന മനോഹറിന് ബോധം തിരിച്ചു കിട്ടുന്നുണ്ട്. എന്തായാലും സരയു ശാരിയോട് പറയുന്നുണ്ട്, അവന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അവൻ പുറത്തിറങ്ങുമല്ലോ, ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കാണാമെന്നും പറഞ്ഞ് അമ്മയോട് വാക്കൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശാരിക്ക് അത് ഭയങ്കര പേടിയാവാണ്. അതിനുശേഷമാണെങ്കിൽ സരയു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മുടെ മനോഹറിന്റെ അതായത് ഹോസ്പിറ്റലിൽ എത്തി അവിടുത്തെ ആദ്യം തന്നെ പർദ്ദയണിഞ്ഞിട്ടാണ് അവൾ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത്, ഹോസ്പിറ്റലിൽ എത്തുന്നതും. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഒരു നേഴ്സിന്റെ വേഷം ധരിക്കുകയും അങ്ങനെ മനോഹറിന്റെ മുന്നിലേക്ക് സിറിഞ്ചും ഒക്കെ ആയിട്ട് എത്തിയിട്ട് പെട്ടെന്ന് അവളുടെ മുഖത്തു നിന്ന് ആ മാസ്ക് മാറ്റുമ്പോൾ മനോഹർ ഞെട്ടിപ്പോവുകയാണ് സരയുവിനെ കണ്ടിട്ട്. അങ്ങനെ സരയു അവന്റെ വായയും മൂക്കും പൊത്തിയിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിലെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.